ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും ഫഹും യോഫിലത്തിൻ മൊയ്രിദൂൻ. സൂറത്ത് അംബിയായിലുള്ള തുടക്കം തന്നെയാണ് അതാണ്. അതായത് ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, പക്ഷേ അവരിപ്പോഴും ഓഫിലത്തിലാണ്. അത് ഞാൻ വായിക്കുമ്പം ഖുർആൻ്റെ അർത്ഥം വായിച്ചപ്പോഴേ അത് വല്ലാതെ അങ്ങോട്ട് ഖുർആനിൽ നമ്മളെ അമാനി മൗലവിൻ്റെ ഖുർആനിലടക്കം വല്ലാതെ അങ്ങോട്ട് വിവരിച്ചിട്ടില്ല. അത് കുറേ അധികം വിവരിക്കേണ്ടിയിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരായത്താണത്. കാരണം നമ്മളിങ്ങനെ പോകുന്നുണ്ട്, വിചാരണ ആയും ചെയ്തതാണ്, പക്ഷെ നമ്മളിങ്ങനെ ഓഫലത്തിലാണ്. അതിനെപ്പറ്റി ഒന്നും കൂടി നന്നായിട്ട് വിവരിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് മാറ്റം വരുത്തിയത് ഇതല്ല, പക്ഷെ അതെനിക്ക് പറയാനറിയില്ല. കാരണം ആ ഓയത്ത് എനിക്കറിയില്ല. നിങ്ങൾ എവിടെ ആയിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൊരായത്തുണ്ട്. ഇപ്പം ഞാൻ ISM സ്റ്റുഡൻസ് വിങ് ഉണ്ട്, പണ്ട് MSM ഉണ്ടാകുന്നതിന് മുമ്പ് സമയം കഴിഞ്ഞാൽ ISM സ്റ്റുഡൻസ് വിങ് ഉണ്ടായിരുന്നു. അപ്പം പല സ്ഥലത്തും അടിയും പിടിയൊക്കെ നടക്കും. അപ്പോൾ സ്റ്റുഡൻ്റ് ആകുമ്പോൾ ഒരു ധൈര്യക്കുറവുണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ അടിയുണ്ട് എന്ന് കണ്ടാൽ പോകാനൊരു പേടി ഉണ്ടാകലുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എവിടുന്നോ കണ്ട മാതിരി ഈ ഒരായത്ത് കണ്ടത്. നിങ്ങൾ വലിയ കോട്ടൻ്റെ ഉള്ളിലായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അത് കണ്ടപ്പോൾ വിചാരിച്ചിന് ഇപ്പം എങ്ങനെ ആയാലും അതിൽ പോയാൽ നമ്മളെ മരണനിശ്ചയിച്ചപ്പെട്ടോടല്ലേ നമ്മൾ എത്തുള്ളൂ. അതിൻ്റെ ശേഷം ഏതടിയുണ്ട് എന്ന് പറഞ്ഞിടത്ത് ഞാൻ പോകലുണ്ട് ധൈര്യത്തിൽ. കാരണം ഈ ഒരു ഇത് കണ്ടതിന് ശേഷം. അപ്പോൾ അതാണ് എന്നെ ഏറ്റവും സ്വാധീനിച്ച ആയത്ത് ഇത്. പക്ഷേ ഈ വിവരണം പോരാ എന്നുള്ളൊരു അഭിപ്രായമുണ്ട് എനിക്ക്. അതൊന്ന് നന്നായിട്ട് എഴുതി അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് വിവരിക്കുന്നൊരു വിവരണം ഉണ്ടാകണം. അസ്സലാമു അലൈക്കും.